അപ്പോസ്തലന്മാരും 120ഓളം പേർ വരുന്ന ഒരു കൂട്ടം ആരാധിച്ചതുപോലെ നമ്മൾ അങ്ങനെ ആരാധിക്കുന്നവരാണ് ദൈവരാജ്യത്തിൽ എത്തുന്നത്, സ്വർഗരാജ്യത്തിൽ എത്തുന്നത്. അല്ലാതെ വ്യാജമായ രീതിയിൽ ആരാധിച്ചു കഴിഞ്ഞാൽ അവർ പിടിക്കപ്പെടും. എവിടെ പിടിക്കപ്പെടും? ന്യായവിധിയിൽ പിടിക്കപ്പെടും. അവർ നരകത്തിൽ പോകും. അവിടെ വെച്ചാണ് തെളിയാൻ പോകുന്നത്. അതുവരെയും നമ്മൾ ചെയ്തതൊക്കെ നല്ലതായിട്ട് നമുക്ക് തോന്നും, നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ് 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ തന്നെ സ്വയം പ്രശംസിച്ച് മുന്നോട്ട് പോകും. അത് മനസ്സിലായോ? അപ്പം നമ്മൾ ആര് പറഞ്ഞാൽ നമുക്ക് കേൾക്കണമില്ല. പക്ഷേ അങ്ങനെ പ്രശംസിച്ച് നമ്മളെ തന്നെ പ്രശംസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരോ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരോ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗവനിക്കാനേ. കാരണം എന്താ? നമുക്ക് 100 പേർ കൂടി 50 പേർ കൂടിയൊക്കെ ഒന്ന് ചുവട് വെക്കാനും ഒന്ന് ചന്തി കുലിക്കാനും ഒക്കെ ഒരു ആവേശം ഇതിനേ ഉള്ളു, ഈ പാട്ടിനേ ഉള്ളു. ആത്മാവ് വന്നാൽ ഇതൊന്നും നടക്കത്തില്ല. ആത്മാവ് വന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ വരും, സ്തുതികൾ വരും, ആത്മീയ ഗീതങ്ങൾ വരും, പിന്നെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ വരും, പ്രവചനം ഉണ്ടാവും, ഭാഷാവരങ്ങളുണ്ടാവും, പലവിധ ഭാഷകളുണ്ടാവും. ഇതൊക്കെയാണ് അവർ പടം വരുന്നത്. ഈ ചുവട് വെച്ച് ചാടാനും നൃത്തം ചെയ്യാനൊന്നും അപ്പം സാധിക്കില്ല. കാരണം എന്താ? പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഫീരത്വത്തിൻ്റെ ആത്മാവിനെ എല്ലാ ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. ആ ആത്മാവ് എല്ലാം പക്വതയോടുകൂടാണ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായ? പക്ഷേ വ്യാജാത്മാവ് വരുമ്പോഴോ അവൻ വ്യാജത്തരം കാണിക്കും, ബഹളമുണ്ടാക്കും. വേണ്ടി വന്നാൽ ഇവിടുന്ന് ചാടി മുകളിൽ പോകും. സഹോദരിമാരുടെ തലയിലുള്ള ഇതൊന്നും കാണത്തില്ല, അതൊക്കെ പോവും. പക്ഷേ അതിൻ്റെ ആത്മാവാണെങ്കിലോ ഒരൊറ്റ സഹോദരിമാരുടെയും തലയിൽ നിന്ന് ഷാള് മാറിപ്പോത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അല്ലാതെ വ്യാജാത്മാവ് വന്നാൽ ഷാളും ഉണ്ടാകില്ല. സത്യം പറഞ്ഞാൽ ഈ ആണുങ്ങളൊക്കെ സഹോദരന്മാരെയൊക്കെ ചെന്ന് ഇടിക്കും, ഉരുട്ടിയിടും, വട്ടം കറങ്ങും, കിടന്നുരുളും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി ഇതൊക്കെ എല്ലാം ആത്മാവിൻ്റെ വലിയ പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്കൊരു വാക്യം കൂടി വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് 1-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സായി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും.